ഹായ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്ക് ഇന്ന് ഓറഞ്ച് മാംഗോ മഫിൻ്റെ റെസിപ്പി കാണാം. അതായത് ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള മഫിൻ്റെ ഉള്ളിൽ മാംഗോ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു മഫിൻ. നമ്മുടെ ഓറഞ്ച് മാംഗോ ഒക്കെ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം മഫിൻ ട്രേ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കപ്പ് കേക്ക് പേപ്പർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് ഹോളിലോട്ട് ആ കപ്സ് വെച്ച് കൊടുത്താൽ മതി. അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ ഒന്ന് കോട്ട് ചെയ്ത് കുറച്ച് മൈദാപ്പൊടി തൂകിയിട്ട് ഒന്ന് ചുറ്റിച്ച് ഒന്ന് തട്ടിക്കളയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അപ്പോൾ ടിൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലേവറിനായിട്ടുള്ള ഓറഞ്ച് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് വെള്ളഭാഗം വീഴാതെ ആ ഓറഞ്ച് കളറിലുള്ള തൊലിപ്പുറം മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് മൈദ വേണം. ഇത് 1.25 കപ്പ് മൈദയുണ്ട്. ഇതിലോട്ട് ഞാൻ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 1/2 ടീസ്പൂണിൻ്റെ അളവിലുള്ള സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അതിനായിട്ട് 2 മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതച്ചൊന്ന് ഡബിളായി ഒന്ന് നിറമൊക്കെ ഒന്ന് മങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മഫിൻ അധികം മധുരം വേണം നിർബന്ധമില്ല, അപ്പോൾ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് 3/4 തൊട്ട് 1 കപ്പ് വരെയോ അതിൽ കൂടുതലോ ഒക്കെ ഉപയോഗിക്കാം. ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 70 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 100 ഗ്രാം ബാറിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഓറഞ്ച് ജെസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓറഞ്ച് ജെസ്റ്റ് ഗ്രേറ്റ് ചെയ്യുമ്പം ഒട്ടും വെള്ളഭാഗം വീഴാതെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കഴിക്കും. ആ ഒരു ഓറഞ്ച് കളറിലുള്ള പുറം തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലൊരു അരിപ്പയിൽ കൂടി അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതും കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുന്നത്. ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യാതെ ഈ ഒരു രീതിയിൽ വേണം, നമ്മളൊരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കട്ട് ചെയ്യും, ഗ്ലൂട്ടനൊക്കെ ഫോം ചെയ്തിട്ട്. അപ്പോൾ ഓവർ മിക്സ് ചെയ്യാതിരിക്കുക. കുറച്ചൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ കട്ട് ചെയ്ത് തുടങ്ങുന്നതെന്ന് തോന്നുമ്പോൾ നമുക്കതൊന്ന് ലൂസാക്കാനായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കപ്പിൻ്റെ സൈസും മൈദയുടെ ടെക്സ്ചറും ഒക്കെ അനുസരിച്ച് പാലിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് ഇതെപ്പോഴും ലാസ്റ്റ് പാല് ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പിൻ്റെ പകുതി കപ്പ്. ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിൽ വെക്കാനായിട്ടുള്ള മാങ്ങ ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് അതൊന്ന് അലുക്കാനായിട്ട് ആദ്യമേ വെച്ചേക്കണം. ഒരുപാട് വെയിറ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ മഫിൻ ട്രേയിലോട്ട് മാറ്റാം. ഒരുപാട് നേരം നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം വെക്കാതിരിക്കുക. കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ പോലെ അത്രയ്ക്ക് ലൂസ് ആവേണ്ട ആവശ്യമില്ല. മഫിൻ കുറച്ചുകൂടെ ഒരു കട്ടിയായിട്ടുള്ള ബാറ്ററാണ് മഫിൻ്റെയൊക്കെ ടെക്സ്ചറിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ കൈ വെച്ച് അതിൻ്റെ സർഫസ് ഒന്ന് ഈവൻ ആക്കി കൊടുക്കുവാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോസ് ഫില്ലിംഗ് ആയിട്ട് സ്പൂൺ വെച്ച് എൻ്റെ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്ത് എടുക്കാം. ഞാൻ പക്ഷേ പകുതി മഫിൻസ് ഒരു ഫില്ലിംഗ് ആയിട്ട്, ഒരു സർപ്രൈസ് ഫില്ലിംഗ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് പകുതി മഫിൻസ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പകുതി മഫിൻസിൻ്റെ മുകളിലായിട്ട് ബാറ്റർ ഒന്നുകൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മാംഗോ ഒരു ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടിരിക്കുന്ന കണക്കെ ഇരിക്കും. അതല്ലാതെ ഇങ്ങനെ മുകളിൽ തന്നെ മാംഗോസ് ഇട്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 രീതിയിലും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്. ഇത് ബോട്ടം ഹീറ്റിംഗ് മോഡാണ്, ബോട്ടം കോയിൽ മാത്രം ഹീറ്റിംഗ് മോഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ മഫിൻസ് ഇവിടെ ബേക്കായി കിട്ടും. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മഫിൻ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കൊക്കെ ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിലൊന്നും മഫിൻ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഇളകി വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഫിനാണ്, കറക്റ്റ് ടെക്സ്ചറൊക്കെയാണ്. ഓറഞ്ചും മാങ്ങയൊക്കെ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ്.
ഇതിന് മുന്നേ ഞാനൊരു ഓറഞ്ച് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. വീണ്ടും കാണുന്നവരേക്കും ബൈ.